വേറെ സൗണ്ട് ഒക്കെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോഴേ നമ്മളുള്ള വടകരയാണ്. പക്ഷെ വടകരയിൽ നമ്മൾ വരാനൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, ഈ ഗ്യാങ് നമ്മളെ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ രജിത്തേട്ട ഒരു ഡോഗ് ഉണ്ട്, നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഈ നിൽക്കുന്ന ഒരു ടീമുണ്ടല്ലോ, ഇവർ വേറെ ടീമാണ്. സംഭവം ഒന്നല്ല, ഇത് ജിതേഷ് ഭായ് ആണ്. ജിതേഷ് ഭായ് അടുത്താണ് ഡോഗ് ഉള്ളത്. അപ്പോൾ ജിതേഷ് ഭായ് ഡോഗിന്റെ പ്രത്യേകതയൊക്കെ ഇവർ പറയുകയും ചെയ്യും. അപ്പൊ എന്താ നമ്മൾ വിളിക്കാനുള്ള കാരണം എന്ന് ഇവർ തന്നെ പറയും. ഇവർ തമ്മിൽ എന്തൊക്കെയോ കുറച്ച് ക്രാഷ് ഉണ്ട്. ആ ക്രാഷ് തീർക്കാൻ നമ്മൾ ഇന്ന് മധ്യസ്ഥനായിട്ട് വന്നാണ്. ഇന്ന് തീരുമാനം ഉണ്ടാവും അല്ലേ? ഇന്ന് അങ്ങനെ തീരുമാനം ഉണ്ടാവില്ലേ? എന്താ നമ്മളെ വിളിക്കാൻ കാരണം? കാരണം വെച്ചാൽ ഞങ്ങൾ പുലിയാന്ന് പറഞ്ഞു. അരെ മൂപ്പര ഡോഗ് പുലിയാന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. ഞങ്ങള് മാലോട്ടിരിക്കുന്നു 10 ദിവസം ഞാൻ എഞ്ചോട്ടെ വീഡിയോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോ എന്നോട് ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഈ നായിന് ആരും ഇറക്കില്ല, ഞാനും എന്റെ മോനും അല്ലാണ്ട് വേറെ ഒരാള് തൊടൂല, ഇറക്കൂല. അങ്ങനെ ഞാൻ പറഞ്ഞ രഞ്ജുവേട്ടൻ ഒന്ന് വിളിക്കട്ടെ. അന്ന് രാത്രി മെസ്സേജ് റിപ്ലൈ ഒന്നുമില്ല. ഒരു 3-5 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് രഞ്ജുവേട്ടൻ റിപ്ലൈ തന്നു. അങ്ങനെ ഞാൻ ജിതേഷേട്ടനെ വിളിച്ചു പറഞ്ഞു, ജിതേഷേട്ടൻ ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്, ഇനി പറ്റും വിളിച്ചു കുറെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ ഞാൻ വിളിച്ച് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ എനിക്ക് റിപ്ലൈ തന്നു, നിങ്ങള് ഈ ദിവസം വരാം. ഞാൻ ഇന്നലെ ചോദിച്ചു ഇലക്ഷൻ അല്ലേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂല. അങ്ങനെ ഇവിടെ വന്ന് എന്നിട്ട് ഇന്ന് ഉച്ചക്ക് വിളിച്ചപ്പോ വരെ ഇവർ വിശ്വസിച്ചില്ല. ഞാൻ തമാശയാക്കുന്ന ഈ രീതിയിലാണ് അവരെടുത്ത്. അങ്ങനെ ഞാൻ പിന്നെ ഓരോതായിട്ട് ബന്ധപ്പെട്ട് അന്നേരം വേറൊരാളെ കൊണ്ട് വിളിപ്പിച്ചു. അന്നേരം വേറെ ചോദിച്ചു വന്നോട്ടെ വരില്ലെന്ന് വിചാരിച്ചേ. എത്തിയപ്പാണ് ഇങ്ങനെ വന്നിട്ടല്ലോ എന്നുള്ളത്. അപ്പൊ ജിതേഷ് ഭായ്, എന്താ നിങ്ങളുടെ ഇത്ര ധൈര്യം, നിങ്ങൾക്ക് ഇത്ര ധൈര്യം വരാൻ കാരണം എന്താ? എന്നെയും വീട്ടുകാരോട് കുഴപ്പമില്ല, വേറൊരാളെയും കോമ്പൗണ്ടിൽ അടുപ്പിക്കില്ല. ഈ വണ്ടി ഇപ്പൊ ഡ്രൈവറെ വരെ വേറൊരു ബക്കറ്റ് വരെ ഇവിടുന്ന് വണ്ടി കഴുകാൻ വരെ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഇന്ന് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഇവര് തമ്മിൽ എന്തൊക്കെയോ ഒരു ഹിഡൻ ബെറ്റുകളും ഇവരുടെ ക്ലബ്ബിലിരുന്നോ അല്ലെങ്കിൽ വായനശാലയിരുന്നോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പം ഇവര് എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ഇന്ന് നമ്മള് ഇറക്കിയാല് ഇവര് തമ്മിൽ എന്തൊരു പന്തയുണ്ട്. എന്ത് പന്തേ നമുക്കറിയത്തില്ല, ഇവര് തമ്മിൽ തീർത്തോളൂ. റീല് അതായത് ഈ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവര് തമ്മിൽ തീർത്തോളൂ. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ട് നമ്മൾ കമന്റായിട്ട് അടിച്ച് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ജിതേഷ് ഭായിയുടെ വിചാരിക്കുന്നത് നമ്മൾ എന്തായാലും ഇറക്കാൻ ചാൻസ് കുറവാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടോ? അടുപ്പിക്കില്ല, അത് അവരുടെ കോൺഫിഡൻസ് ആണ്. നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ഇറക്കി കഴിഞ്ഞാൽ ജിതേഷ് ഭായിനെ പൊങ്കാലിടും അല്ലെ നിങ്ങള്? ഇന്നിവിടെ മിക്കവിടെ ഫ്ലെക്സ് വെക്കാൻ വഴിയുണ്ട്. കുഴപ്പമില്ലല്ലോ, ഓഫർ ഉണ്ട്. അതുണ്ടോ? അത് നമ്മൾ പബ്ലിക്ക് പറഞ്ഞില്ല കേട്ടോ, എന്താ ഓഫർ നമ്മൾ ഇവര് കമന്റ് ആയിട്ട് ഇടട്ടെ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, നോക്കാം. അയ്യോ, ബ്ലാക്കി എന്നല്ലേ പേര്? ബ്ലാക്കി. ബ്ലാക്കി നമ്മൾ ചെല്ലുമ്പോ തന്നെ കുറെ കേട്ടോ അവിടുന്ന്. ബ്ലാക്കിയേ എന്താണ്? ബാക്കി നന്നടി പല്ലൊക്കെ വരുന്നില്ല. ബാക്കി നന്നടി ത്തിന്റെ വേറൊരു പ്രത്യേകത കേട്ടോ. തിരിഞ്ഞ ചെരിഞ്ഞിരിക്കുന്ന ബാക്കി എന്താണ് ദേഷ്യമൊക്കെ കാണുക. എന്താടി ഇങ്ങനെ എന്താ ഇന്നെ ബാക്കി ഇവിടെ വാടി ചോദിക്കട്ടെ ഇന്നെ. അതെന്താ ഒന്നുകൂടെ കുറച്ച് നീ 2 ഞെട്ടിയിലടിച്ചേ. ഡീ ഇവിടെ വാ, ബാക്കിങ്ങോ രണ്ട് കുറെ വരച്ചേ ഇവിടെ വാടി. നമ്മുടെ വലിയ മൈൻഡ് എന്താ എന്താ വിഷയം എന്നാ? ഡീ ഇവിടെ വാടി. ബെൽജിയത്തിന് വേറെ പ്രത്യേകത, ഇങ്ങനെയൊക്കെ ഒന്ന് കടിച്ചോളൂ കേട്ടോ. അയ്യോ ഇജോയെ, ഇത് ഭയങ്കര ആളാണല്ലോ പുറകിലൊക്കെ. റൗണ്ട് കാണിച്ചെടുത്തേ. ഫുള്ള് ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ബാക്കി ഇങ്ങന്നെ, നീ കടിക്കില്ല കേട്ടോ ആൾക്കാരുടെ മുമ്പിൽ. ഇങ്ങന്നെ വാ, കൊച്ചിങ് വന്നേ ഇവിടെ വാടി തൊട്ടോക്കട്ടെ തന്നെ. ബാക്കി എന്താണ് ഇങ്ങന്നെ വാ, കൊച്ചിങ് ബാക്കി ഇങ്ങനെ വാടി ഇവിടെ വാ. പിന്നെ പുറത്തിറക്കില്ലാന്ന് പറഞ്ഞ ശരിയാണോ ഡി? ബാക്കി കൂടൊക്കെ വന്നേ ഡി ഇവിടെ വാ. അവളെ മുഖം മാറുന്നുണ്ടോ? മുഖം അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇളിച്ചോട്ടോ പറഞ്ഞു. ബാക്കി വന്നേ ഡി ഇവിടെ വാടി. ഇതിക്ക് വന്നേ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഓടിയാ കൊച്ചിങ് വാ ഇവിടെ വാടി ഡി ഇവിടെ വാ. വലിയ കുറയ്ക്കുന്നില്ലാന്നോ? എന്താ കുറയ്ക്കുന്നില്ലാന്നോ? എന്താ പറഞ്ഞ കുറയ്ക്കുന്നില്ല? ആരാ പറഞ്ഞേ? വലിയ കുറയില്ലാന്നാ? കുറയുന്നില്ല, അവള് കടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. കുറയ്ക്കുന്നില്ല അല്ലേ? കുറയ്ക്കുന്ന നമുക്ക് കടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അല്ലേ? അതല്ലേ?
അതെ ആ ഹാ ഹാ ആ കണ്ടോ ചേട്ടനെ കണ്ടപ്പോ ഇച്ചിരി ധൈര്യം കൂടി ഡി പെണ്ണേ ഇവിടെ ഡി വന്നേ ബാക്കി വന്നേ ഡി ഇവിടെ കണ്ടോ സൗണ്ട് വേറെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കണോ ഇങ്ങനെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ചേട്ടൻ ഈ ചങ്ങലായിട്ട് ഇറക്കല് ഈ ചങ്ങലായിട്ട് ഇറക്കല് ഈ ചങ്ങലായിട്ടല്ലേ ആ ആ ഡി ബാക്കി നീ വാ ഇവിടെ വന്നേ വാ ഒന്ന് പുറത്തിറങ്ങി പോയാലോ ബാക്കി വാ വാടി ബാക്കി വാ ഡി വന്നേ വാ ബാക്കി ബാക്കി വാടി ഡി ഇവിടെ വാ എന്നാ ബാക്കി വാ വാ ഇവിടെ വാടി ഡി ഇവിടെ വാടി ഡി ഇവിടെ വാടി വരുന്നില്ലല്ലോ ചങ്ങല മറ്റേ ലീശ ഉണ്ടാവില്ല ലീശ റോപ്പിൽ ഉണ്ടാവില്ലല്ലോ ആ റോപ്പ് ഓക്കെ ഓക്കെ പൊട്ടിപ്പോയാണോ ഇതെല്ലാം പൊട്ടിച്ചാടാ ആ ഹാ ഹാ നോക്കാം നോക്കാം ഇതൊക്കെ പൊട്ടിച്ചാള് എടി വേണേ എന്നിട്ട് ഇതിനങ്ങ് ഇറക്കിയാലോ എന്നിട്ട് നമുക്ക് ചങ്ങലിടാം വാ ഈ വന്നേ വാ ഇതെടുത്ത വാ വാ ഉച്ചയ്ക്ക് വന്നേ പാടി ഡി ഇവിടെ പാടി വാ വാ നമുക്കൊന്ന് പുറത്ത് പോകണല്ലോ വാ ഇവിടെ പാടി അവിടെ എനിക്ക് മൈൻഡ് ചെയ്യുന്നില്ല ചങ്ങല നമുക്ക് ഇടാൻ നോക്കിയാലേ അവിടെ കേട്ടെ വന്നേ കൊച്ചിക്ക് വാ ഓടി വാ വാ വാക്കേ വാ ഇവിടെ വാടി എടി ഇവിടെ വാടി ഓടി വാ ഇവിടെ വാ അങ്ങ് അറ്റത്തേക്ക് ഓടി ഇങ്ങോട്ട് വരട്ടെ ഇവിടെ വാ സമയമില്ല നമുക്ക് പോണം വാ ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് നമുക്ക് വാ വാ എടി ഇവിടെ വന്നെടി മൈൻഡ് ചെയ്തില്ല കേട്ടോ അവള് ഫേസ് തന്നില്ല കൊച്ചിങ് വന്നേ വാ പോവാ നമുക്ക് വാ വാ കൊച്ചു ഓടിയാ വാ ഓടിയാ ഓടിയാ അയ്യോ എൻ്റെ കൊച്ചു ഓടി വന്നി ശുഞ്ഞാവിങ് വന്നി വാ വാ പോവാ നമുക്ക് വാ ഓടിയാ വാ അയ്യോ അങ്ങ് വന്നേ ഓടിയാ കൊച്ചിങ് വാ വാടി ഓടിയാ വാ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തോടി കടിക്കാൻ ചേട്ടൻ പറഞ്ഞ കടിക്കാനൊക്കെ പറയുന്നുണ്ട് വാ നീ ഇതിന്റെ ഈ മതിലായിട്ട് അവള് ചാടിക്കണം എന്നാണ് കേട്ടോ ഇവിടെ നമ്മൾ എടുത്ത് ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന പറഞ്ഞു അതിനുശേഷം അധികം തുറന്നുവിടില്ല അങ്ങോട്ടാ ഉണ്ട് ഉണ്ട് നമുക്ക് ആ വഴി വരെ നോക്കിട്ട് വരാം അവിടെ ഒരുപാട് ആളുകൾ അല്ലേ ബാക്കി എടി ബാക്കി എങ്ങോട്ടാ പോന്ന കൊച്ച് എവിടെ പോന്നു അച്ഛോ അവിടെയൊക്കെ ഭയങ്കര ആൾക്കാർ വാ പോവല്ലേ അത് ആൾക്കാർ നോക്കുന്നുണ്ട് വാ നമുക്ക് ഇങ്ങോട്ട് പോവാം വാ ഇങ്ങോട്ട് പോവാം എനിക്ക് നമ്മളെ അത്ര ഒരു എന്താ പറയാ അവളങ്ങനെ ഒരു വിഷയമൊന്നുമില്ല കേട്ടോ ഒരു പോവല്ലേ ഇങ്ങോട്ട് വാ അങ്ങനെ ഒരു ടെമ്പറില്ല പക്ഷെ എന്നാലും പറയാലോ ആ ഒരു ബെൽജിയാണ് ആൾക്കൊരു ഈ പറഞ്ഞൊരു ബൈറ്റിങ് ടെൻഡൻസി ഉണ്ട് അവളാ നമ്മളാ 2-3 വട്ടം നമ്മൾ കണ്ടപ്പോൾ കാണിച്ചില്ലേ ഇങ്ങനെ ഒരു ടെൻഡൻസി കാണിച്ചില്ലേ ഇങ്ങനെ സംഭവം അപ്പം അങ്ങനെയാണ് പിന്നെ ബെൽജിയത്തിനെ കുറിച്ച് വളർത്തിയവർക്കും അല്ലെ ബെൽജിയത്തിനെ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഇവൻ്റെ സ്വഭാവ രീതി എല്ലാവർക്കും അറിയാം ബെൽജിയത്തിന് പ്രത്യേക സ്വഭാവമുണ്ട് അവർ ഇച്ചിരി ഹൈപ്പർ ആക്റ്റീവ് ഡോഗാണ് പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ട്രെയിനിങ് കൊടുത്താൽ ബെസ്റ്റാണ് അല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഇവന്മാർ ഇച്ചിരി അലമ്പ സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ ചുമ്മാ കയറി ചാമ്പിക്കളി ഇങ്ങോട്ട് പോകുമ്പോ ഇതാ പോയിക്കോ പോക്കോ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ ടൈറ്റായി വാ പാടി ഇവിടെ ഭയങ്കര ടൈറ്റായി വാ ഇവിടെ ഫുള്ളായി ശരി വേറെന്തായിരുന്നു സുബീഷ് ശരി ഇവിടെ വീട് ഇവിടെ തന്നെയാ ഓട്ടൊക്കെ ചെയ്തോ ശരി വാ ഇങ്ങോട്ട് പോവാ ഒരു ആളുണ്ട് ഓട്ടൊക്കെ ചെയ്തോ ശരി വാ ബാക്കി ചെറുതാണ് ഭയങ്കര ഊരാട്ടോ ഒക്കെ ഇവിടെ നടി കടിച്ചു വയ്ക്കുക എന്നെ കടിച്ചു വയ്ക്കുക നീ ബ്ലാക്കി ഇവിടെ ഇരുന്നേ ഇവിടെ ഇരിക്കും ബ്ലാക്കി എടി
ഇവിടെ ഇരുന്നേ, സിറ്റ് സിറ്റ് സിറ്റ്. ഇല്ല, സിറ്റ് ഒന്നും പഠിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുക, ബാ. പുല്ല് തിന്ന്, പുല്ല് പുല്ല്. ഞങ്ങൾ കുറച്ചു നേരം പുല്ല് നിന്ന് ഞമ്മ ഉള്ളിൽ പോവാം, ബാ. വീട്ടിൽ കയറില്ല ഇനി? സമ്മതിക്കില്ല. ആണോ? എന്താ ചേട്ടൻ ഇപ്പൊ എന്തോന്ന് പറഞ്ഞു? എന്താ പറഞ്ഞ ചേട്ടാ? നമ്മുടെ ബ്ലാക്കിയല്ലോ? ഇതെന്റെ ബ്ലാക്കിയല്ല. നീ ബ്ലാക്കി, നിന്റെ അച്ഛൻ പറഞ്ഞോട്ടോ ഇതെന്റെ ബ്ലാക്കി അല്ലാന്ന്. പറഞ്ഞോട്ടോ നീ ഇതെന്റെ ബ്ലാക്കി അല്ലാന്ന്. ഇതിലാരാ? നമ്മുടെ മക്കളാരാ? ആര്? ഇവൻ? ആ, വെറുതെ അല്ല, അവൻ നിന്റെ അടുത്ത് നിന്നല്ലേ. ഒന്ന് വരും. ഇവര് കൊണ്ടുപോകലുണ്ടോ? നീ എടുത്തോണ്ട് പോയി കൊണ്ടുപോകാ? നീ എടുത്തോണ്ട് പിന്നെ ഇവിടെ കൊണ്ടുപോകലുണ്ടോ? കൊണ്ടുപോകും. ഇവന്റെ കേട്ടോ ഡോഗ്, ഇവന്റെ. ഇതാ അവരും ഇങ്ങൊന്നേ, മോനിങ്ങൊന്നേ. ഇതൊക്കെ നിങ്ങളുടെ സുഹൃത്ത് ഫ്രണ്ട്സ് ആണോടാ? ഫോളോ ചെയ്യലുണ്ടോ? അത് ശരി. ആഹാ, അടിപൊളി. ഇതൊക്കെ നമ്മുടെ ഫോളോവേഴ്സ് ആട്ടോ. ബ്ലാക്കി, ഈ ബ്ലാക്കി പോട്ടെ. ഈ ബ്ലാക്കി, എടി ഇങ്ങോട്ട് നോക്കി. എടി ഇവിടെ വാ. ചേട്ടാ പോട്ടെ. പോട്ടെ കേട്ടായി. പൊട്ടിക്ക് ഞാനിത് പൊട്ടിക്കട്ടെ ഇത്. എന്നാ വാ, നമുക്ക് തിരിച്ച് കൂട്ടി കയറിയാലോ? വാ കുറച്ചു നേരം കയറി കേട്ടോ. ഇന്ന് അച്ഛൻ കുറച്ചു നേരം തുറന്നു കൊടുക്കണേ കേട്ടല്ലോ. വാ കയറി കയറി. ഓടിപ്പോയില്ല കേട്ടോ. അതങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു. ബാക്കി കണ്ടോളൂ. പറഞ്ഞു മനസ്സിലായില്ല എനിക്ക്. ബാക്കി ഇവര് തമ്മിൽ പേഴ്സണലി കണ്ടോളൂ. മിക്കാറും ഇന്ന് എന്നാ ഈ രണ്ടുപേരും ഇട്ടേ ജിതേഷ് ഭാര്യ ഇവരെല്ലാരോടും കൂടി ചിലപ്പോ ഇന്ന് പൊങ്കാലിടുമായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ടാണ് അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചായ കുടിക്കാം. അപ്പൊ ഇതങ്ങ് പോരെ? ജിതേഷ് ഭായി വന്നേ ഇപ്പോഴത്തേക്ക് പോരെ? അപ്പൊ എന്തായാലും സുഹൃത്തുക്കളോട് ഇന്ന് പോയിട്ട് ജിതേഷ് ഭായി തൽക്കാലം ഇന്ന് പൊങ്കാലിട്ട് ജിതേഷ് ഭായി കുറച്ചും കൂടി സ്ട്രോങ് ആക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ വിളിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബൈ.